السلام عليكم ورحمة الله. الحمد لله الذي كتب على كل نفس الموت وجعل الآخرة دار القرار وجعل الدنيا مزرعة للآخرة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليمًا كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ഇഷ്ടവുമൊക്കെ ലഭിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സൃഷ്ടാവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യർക്ക് മാത്രം നൽകപ്പെട്ട സവിശേഷതയാണ് ബുദ്ധി എന്ന് പറയുന്നത്. മനുഷ്യബുദ്ധി ഒരു മഹാ അത്ഭുതമാണ്. നമ്മളിപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. AI കാലഘട്ടത്തിൽ. ഈ നിർമ്മിത ബുദ്ധി സത്യത്തിൽ മനുഷ്യബുദ്ധിയുടെ ഒരു പ്രൊഡക്റ്റാണല്ലോ, ഉൽപ്പന്നമാണല്ലോ. ആരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. നമുക്കറിയാം, എല്ലാ മനുഷ്യരുടെയും ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ബുദ്ധിയാണ്. ഭൗതികശാസ്ത്രമനുസരിച്ച് അതിബുദ്ധിയുള്ള ആളുകളെ കാണാറുണ്ട്, ശരാശരി ബുദ്ധിയുള്ളവരുണ്ട്, ദുർബലമായ ബുദ്ധിയുള്ളവരുണ്ട്, തീരെ ബുദ്ധിയില്ലാത്തവരുണ്ട്. സാധാരണയായി കാര്യങ്ങളൊക്കെ കൃത്യമായി വിലയിരുത്തുകയും വേണ്ട രീതിയിൽ ഇടപെടുകയും കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടു കൂടി സമീപിക്കുകയും ഒരു കാര്യത്തിൻ്റെ അവസാനം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നവരെയാണ് നമ്മൾ ബുദ്ധിമാന്മാർ എന്ന് പറയാറുള്ളത്. അതിലൊന്നാമത്തേത്, ഭാവിയെ മുന്നിൽ കണ്ട് മുൻകൂട്ടി പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ ബുദ്ധിമാന്മാർ എന്ന് പറയാറുള്ളത്. ഇപ്പോൾ ത്യാഗം സഹിച്ച് പഠിച്ചാൽ, നമ്മൾ കുട്ടികൾ, സാധാരണ വിദ്യാർത്ഥികളൊക്കെ കരുതാറുള്ളത്, ഇപ്പോൾ കുറച്ച് ത്യാഗം സഹിച്ച് പഠിച്ചാൽ ഭാവി ജീവിതം സുഖകരമാകും. ഇത് ചിന്തിച്ച് പഠിച്ച് മിടുക്കന്മാരായി നല്ല ജോലി നേടി മെച്ചപ്പെട്ട നിലവാരത്തിൽ ജീവിക്കുന്നവർ കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ, അവരെക്കുറിച്ച് നമ്മൾ പറയും അവർ മഹാബുദ്ധിമാന്മാരാണ്. നമ്മുടെ കൂട്ടത്തിലൊക്കെ അങ്ങനത്തെ ആളുകളുണ്ട്. മറ്റൊന്ന്, ആരോഗ്യമുള്ള സമയത്ത് ജോലി ചെയ്ത് സമ്പാദിച്ചാൽ ആരുടെ മുമ്പിലും തലകുനിക്കാതെ അന്തസ്സായി ജീവിക്കാം എന്ന് കരുതുന്നവരാണ്. അതുകൊണ്ടാണ് നല്ല പ്രായത്തിൽ
നമ്മളൊക്കെ ഗൾഫിലൊക്കെ വന്നത്. ജോലി ചെയ്ത് പണമുണ്ടാക്കി ചിലരൊക്കെ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങി, ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങി, നല്ല സമ്പന്നനായി ജീവിതം മെച്ചപ്പെടുത്തി സുഖജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. ഇവരെ കണ്ടാൽ അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് കേട്ടാൽ നമ്മൾ പറയും മഹാബുദ്ധിമാന്മാരാണ്. മറ്റൊന്ന്, പാരമ്പര്യമായി സ്വത്തുള്ള കുറേ ആളുകളുണ്ട് ഇവിടെ. വാപ്പാക്കും കുടുംബത്തിനൊക്കെ സ്വത്തുള്ളത് കൊണ്ട് സ്വത്ത് കിട്ടിയവർ. ആ സ്വത്ത് നശിപ്പിക്കാതെ സംരക്ഷിച്ച് നല്ല ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ പറയും അവർ മഹാബുദ്ധിമാന്മാരാണ്. എന്നാൽ ഈ സ്വത്തൊക്കെ കളിച്ച് തീർത്ത ആളുകളെക്കുറിച്ച് നമ്മൾ പറയും അവർ മണ്ടന്മാരാണ്. നല്ല പ്രായത്തിൽ, യുവത്വത്തിൽ നല്ല കല്യാണം കഴിച്ച് മക്കളുണ്ടായി, മക്കളുമൊത്ത് സന്തോഷ ജീവിതം നയിക്കുന്ന കുറേ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ പറയാം അവർ ബുദ്ധിമാന്മാരാണ് എന്നാണ്. നേരെ മറിച്ച് ചില ആൾക്കാരുടെ പ്രാരാബ്ധമൊക്കെ കഴിയട്ടെ, ജോലി കിട്ടട്ടെ, എന്നിട്ട് മതി കല്യാണവും കുടുംബവും ഒക്കെ എന്ന് ചിന്തിച്ച് കറങ്ങി നടന്ന് പ്രായം നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ജീവിതം നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ശരിക്കും മണ്ടന്മാർ എന്നല്ലേ നമ്മൾ പറയും. ചുരുക്കത്തിൽ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ, മോഹങ്ങൾ ഇതൊക്കെ നേടിയവർ, റസൂലുള്ളാഹിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു വാഹനം, നല്ലൊരു വീട്, നല്ലൊരു കുടുംബം, നമ്മൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം, നല്ല അധികാരം, നല്ല പ്രശസ്തി, ഇങ്ങനെ ജീവിതത്തിൻ്റെ അഭിലാഷങ്ങളൊക്കെ നിറവേറ്റി സുന്ദരമായി ജീവിക്കുന്നവർ, ഇവരാണ് നമ്മളെ കൂട്ടത്തിൽ ബുദ്ധിമാന്മാർ എന്ന് നമ്മൾ പറയാറുള്ളത്. കാരണം അവരൊക്കെ, ഈ പറഞ്ഞ ആളുകളൊക്കെ അവരുടെ ലക്ഷ്യത്തിലെത്തിപ്പെടാനും ജീവിതത്തിൽ വിജയിക്കുവാനും മുൻകൂട്ടി ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കിയവരാണ്. ഇനി ഇതിനൊക്കെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ. പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്ത കുട്ടികൾ, ഉണ്ടായിരുന്ന ജോലി നശിപ്പിച്ചവർ, പാടവും പറമ്പും ഒക്കെ വിറ്റ് നശിപ്പിച്ചവർ, ഉണ്ടായിരുന്ന വലിയ വീടൊക്കെ വിറ്റ് പാപ്പറായി അവസാനം ചെറിയ വീട്ടിലേക്കോ അല്ലെങ്കിൽ വാടക വീട്ടിലേക്കൊക്കെ മാറേണ്ടി വന്നവർ, ഇവരൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തും. ഇവരൊക്കെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മണ്ടന്മാരാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാരുടെയും മണ്ടന്മാരുടെയും നമ്മുടെ വീക്ഷണത്തിലുള്ള ക്രൈറ്റീരിയ. സത്യത്തിൽ ഇതാണോ ശരി? നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇതാണോ ശരി? ഇപ്പോൾ ഇന്നത്തെ ജീവിതത്തിൻ്റെ ഒരു, ലോകത്തിൻ്റെ ഒരു ക്രമം അങ്ങനെയാണ്. ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമാൻ, ഏറ്റവും നല്ല സ്ഥാനമുള്ളവൻ, മാനമുള്ളവൻ, ഏറ്റവും വലിയ മാന്യൻ, അത് ഈ രീതിയിലൊക്കെ സമ്പാദിച്ച് പണമുണ്ടാക്കി പൊസിഷനുകളിലൊക്കെ എത്തി ദുനിയാവ് നന്നാക്കിയവനാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ആരാണ് ബുദ്ധിമാൻ എന്ന്. അപ്പം അന്ന് ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഒന്നുമില്ലല്ലോ, ഇന്നത്തെ ഈ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്ന അല അല്ലാഹിൽ അമാനി.
ഇമാം തുർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അൽ കയ്യിസ്, ബുദ്ധിമാൻ. കയ്യിസ് എന്ന് പറഞ്ഞാൽ അതാണ്. ആരാണ് ബുദ്ധിമാൻ? മൻ ദാന നഫ്സഹു, അവൻ്റെ നഫ്സിനെ, അവനെ ഒരു നിരീക്ഷണത്തിന് വിധേയമാക്കിയവനാണ്. ഞാൻ എന്നെ ഒരു വിചാരണയ്ക്ക് വിധേയമാക്കുക, അവനാണ് ബുദ്ധിമാൻ. ഞാൻ എന്നെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കുക. നീ എന്നിട്ടോ എന്തിനാ ചിന്തിക്കുന്നത്? വഅമില ലിമാ ബഅദൽ മൗത്ത്, മൗത്തിന് ശേഷമുള്ള, മരണത്തിന് ശേഷമുള്ള കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു, എന്നെ ഞാൻ നിരീക്ഷിച്ച ശേഷം. അവനാണ് ബുദ്ധിമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർവചനമാണ്. തുടർന്ന് നബി ബുദ്ധി ഇല്ലാത്തവനാരാന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. വൽ ആജിസ്, നമ്മൾ മണ്ടന്മാർ എന്ന് പറഞ്ഞില്ലേ നേരത്തെ, അതാരാ? മൻ അത്ബഅ നഫ്സഹു ഹവാഹ, അവൻ്റെ ഹവയുടെ പിറകെ നടന്നു. എന്താണോ അവന് ഇഷ്ടമായി തോന്നിയത് അതിൻ്റെ പിറകെ, ഇച്ഛയുടെ പിറകെ. എന്നിട്ട് വതമന്ന അലല്ലാഹിൽ അമാനി, അവനെന്ത് ചെയ്തു? തമന്ന അലല്ലാഹി, അവനിങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച്. അൽ അമാനി, ഒരുപാട് മോഹങ്ങൾ. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു വാചകമാണ് ഇത്. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഈ ആശയമുള്ള ഒരുപാട് വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നത് ജീവിതത്തിൻ്റെ ഫിലോസഫി ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. കാരണം മറ്റാർക്കും ഇത് പറയാൻ കഴിയില്ലല്ലോ. മറ്റവർക്കൊക്കെ ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. മെറ്റീരിയൽ വേൾഡിലുള്ളതേ പറയാൻ പറ്റുള്ളൂ. ഇതിനപ്പുറത്തുള്ള കാര്യമാണ് പറയും. അപ്പം സത്യത്തിൽ യഥാർത്ഥ ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാ? മൻ ദാന നഫ്സഹു, അതാണ്. എനിക്ക് എന്നെ വിചാരണ നടത്താൻ സാധിക്കണം. എന്താണ് വിചാരണ? ആ വിചാരണയിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളെ പിടിച്ചു വെക്കാൻ സാധിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. എൻ്റെ ഇച്ഛയെ എന്നിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യലല്ല, ഇഷ്ടമുള്ളതിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ നമ്മൾ ചെയ്യാവൂ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നമ്മൾ ഒഴിവാക്കണം. എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം. എൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കാലം ജീവിക്കുന്ന ഭാവിയല്ല, എൻ്റെ ഒറിജിനൽ ലൈഫുണ്ട്. ലഹി അൽ ഹയവാൻ എന്ന് പറഞ്ഞ ഒറിജിനൽ ജീവിതം എന്ന് പറഞ്ഞ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. മരണത്തിന് വേണ്ടിയും മരണശേഷമുള്ള ജീവിതം സമ്പന്നമാകാനും നമ്മൾ തയ്യാറെടുക്കണം. ഇത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മരണത്തിന് വേണ്ടി അമലു സാലിഹത്തുകളിലൂടെ, ഇഖ്ലാസിലൂടെ, അക്രമവും അനീതിയും ഉപേക്ഷിക്കുന്നതിലൂടെ, നിർബന്ധമായ ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നതിലൂടെ അങ്ങനെ ആയിരിക്കണം. അതല്ല നമ്മൾ നമ്മുടെ ഹവയെ, നമ്മുടെ ഇച്ഛ, നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ നമ്മെ ആ മനസ്സിൻ്റെ ഇച്ഛയ്ക്ക് പിറകെ വിട്ടാലോ നമ്മൾ മണ്ടനാണ്. ആരാണ് അങ്ങനെ പിറകെ വിടുന്നവെന്ന് പറഞ്ഞാൽ അവൻ്റെ ഇച്ഛയെ അനുസരിക്കുന്നവൻ. അവൻ്റെ ഇച്ഛ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് മാത്രമല്ല, അവൻ്റെ ഉള്ളിൽ വരുന്ന കോപത്തെ, ചില വികാരം വരും ചില സമയത്ത്, ആ കോപത്തിൻ്റെ പിന്നാലെ അതിന് അടിമപ്പെട്ടു പോകുന്നവൻ, അവൻ്റെ തെറ്റുകളെ തെറ്റല്ല അത് ശരിയാണ് എന്ന് ന്യായീകരിക്കുന്നവൻ, അവനാണ് ആജിസ് എന്ന് പറഞ്ഞത്. അവനാണ് മൻ അത്ബഅ നഫ്സഹു ഹവാഹ എന്ന് പറഞ്ഞത്. അവൻ്റെ ഇച്ഛയുടെ പിറകെയാണ് അവൻ പോയത്. അവനെ ഒരിക്കലും വിചാരണ നടത്തുകയില്ല. അവനിഷ്ടപ്പെട്ടതുപോലെയാണ് ജീവിക്കുക, അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെയല്ല. എന്നിട്ട് അവസാനം അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു എനിക്ക് പുറത്തു തരും. അല്ലെങ്കിൽ മരണമാകട്ടെ,
അപ്പോൾ ഞാൻ തൗബ ചെയ്യും, ഇങ്ങനെ പറയും. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ സത്യത്തിൽ രക്ഷപ്പെടും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരിക്കൽ ഇതേ ആശയമുള്ള അതിമനോഹരമായ മറ്റൊരു സംഭവം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയാണ്, കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരുന്നു ഒരു ദിവസം. ഫജാഅഹു റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ നബീൻ്റെ അടുത്ത് അൻസാറുകളിൽപ്പെട്ട ഒരാൾ വന്നു. ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബിക്ക് സലാം പറഞ്ഞു. സുമ്മ ഖാൽ, എന്നിട്ട് ആ വന്ന ആൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ദൽ. ചോദ്യമാണ്, വിശ്വാസികളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠവാൻ, അഫ്ദൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ ആരാണോ അവനാണ് ഏറ്റവും നല്ല മുഅ്മിൻ. അല്ലാത്ത വാക്കാണ്. നബി പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ നിസ്കരിച്ചവനാണ്, നബി പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചവനാണ്, നബി പറഞ്ഞില്ല വലിയ സമ്പത്തുള്ളവനാണ്, നബി പറഞ്ഞില്ല ബാഹ്യമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണ് എന്നല്ല. അഹ്സനുഹും ഖുലുഖ. എന്താ കാര്യം? ഈ ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം എന്നത് ഒരു നല്ല മുഅ്മിനിൻ്റെ അടയാളമാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അത് കാണണം. നോക്കൂ, നമ്മൾ പുഞ്ചിരിക്കേണ്ടവരാണ്. ഹുസ്നുൽ ഖുലുഖിൽപ്പെട്ടതാണ് പുഞ്ചിരി. നമ്മൾ മുഖം ചുളിക്കേണ്ടവരല്ല ആരോടും. നമ്മൾ വിവേകം കാണിക്കേണ്ടവരാണ്, വികാരം പ്രകടിപ്പിക്കേണ്ടവരല്ല ആരോടും. നമ്മൾ വിട്ടുവീഴ്ചയും മാപ്പും ചെയ്യേണ്ടവരാണ്, ക്രൂരതയോ പരുഷതയോ ശിക്ഷാ നടപടികളോ കാണിക്കേണ്ടവരല്ല. നമ്മൾ സത്യം പറയുകയും ചെയ്യുകയും ചെയ്യേണ്ടവരാണ്. അസത്യം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഇതൊക്കെയാണ് ഖുലുഖുൽ ഹസൻ എന്ന് പറഞ്ഞത്. അത് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മളെ ഉയർത്തും ഭയങ്കരമായിട്ട്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഹുസ്നിൽ ഖുലുഖ്. ഒരു മുഅ്മിനിൻ്റെ തുലാസിൽ ഖിയാമത്ത് നാളിൽ കനം തൂങ്ങുന്നതിൽ ഏറ്റവും കനമുണ്ടാവുക ഹുസ്നുൽ ഖുലുഖിനായിരിക്കും. സ്വലാത്തിനല്ല, സക്കാത്തിനല്ല, സൗമിനല്ല, സദഖക്കല്ല, ഹുസ്നുൽ ഖുലുഖ്. എന്താ കാര്യം? എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈമാനിൻ്റെ റിഫ്ലക്ഷനാണ് ഈ നല്ല സ്വഭാവം എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ വാക്കുകളല്ല, അത് അഖ്ലാഖാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈമാൻ എന്തല്ല? അമലുകളല്ല, അല്ലെങ്കിൽ കെലിമാത്തുകളല്ല. അൽ ഈമാനു ലൈസ കെലിമാത്ത് ബൽ അഖ്ലാഖ്. നമ്മുടെ സ്വഭാവത്തിലാണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അതാണ്. രണ്ടാമതായി നബിയോട് ചോദിച്ച ചോദ്യം അയ്യുൽ മുഅ്മിനീന അക്കിയസ് എന്ന്. അക്കിയസ് നേരത്തെ ചോദിച്ച അതേ ചോദ്യമാണ്. അക്കിയസ്, ഏറ്റവും സ്മാർട്ടായ വിശ്വാസി ആരാ? ഏറ്റവും സമർത്ഥനായ, ഏറ്റവും ബുദ്ധിമാനായ മുഅ്മിൻ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞ എന്താ നോക്ക്, അക്സറുഹും ലിൽ മൗതി ദിക്റ. സുബ്ഹാനല്ലാഹ്. അക്സറുഹും ലിൽ മൗതി ദിക്റ. ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുന്നത് ആരാണോ അവനാണ്. നമ്മൾ കുറേ ദിവസമായി, ഇപ്പം കുറേ ആഴ്ചയായി മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്. എന്തിനെങ്ങനെ സംസാരിക്കണേ? അതിന് കാരണം ഇതാണ്. അതാണ് ഒറിജിനൽ ഏറ്റവും നല്ല ബുദ്ധിമാൻ, യഥാർത്ഥ ബുദ്ധിമാൻ ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനാണ്. എന്താ അങ്ങനെ ചെയ്തുണ്ടാകുക? എന്തുകൊണ്ടാണ് അവൻ ഏറ്റവും വലിയ ബുദ്ധിമാനായത്? എങ്ങനെയാണ് മരണം ഒരു മനുഷ്യനെ ഏറ്റവും വലിയ ബുദ്ധിമാനാക്കുന്നത്? നമ്മൾ പഠിച്ചത് അതൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് കാണുന്നത് അതൊന്നും അല്ലല്ലോ. നമ്മൾ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ആമുഖമായി പറഞ്ഞല്ലോ ആരൊക്കെയാണ് നമ്മുടെ വീക്ഷണത്തിൽ.
എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഈ മരണചിന്ത മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനെ തെറ്റുകളിൽ നിന്ന് തടഞ്ഞു നിർത്തും. ആലോചിച്ച് നോക്കൂ, ഇതില്ലാതെ പോയാൽ, ഞാൻ പറയണ്ടല്ലോ എൻ്റെ വിപരീതം എന്താണ് എന്ന്. നോക്കൂ, ഓരോ സമയത്തും ഇതെൻ്റെ ലാസ്റ്റ് മൊമെൻ്റാണെന്നൊന്ന് കരുതി നോക്കൂ. ഒരു ദിവസം നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഇതെൻ്റെ അവസാനത്തെ ബെഡിലേക്കുള്ള പോക്കായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നമസ്കാരം നിർവഹിക്കുമ്പോൾ ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമാണെന്ന് കരുതി നോക്കൂ. നമ്മൾ രക്ഷപ്പെടും. അതാണ്. നോക്കൂ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് തൗബയുടെ വാതിൽ തുറന്നു തരും. നമുക്കെപ്പോഴും തെറ്റുവരും. മനുഷ്യനാണ്, തെറ്റുവരാത്ത മനുഷ്യനല്ല, മലക്കാണ്. തെറ്റുവരും. പക്ഷെ തെറ്റുവരുമ്പോൾ നമുക്ക് തസ്വീഫിന് സമയമില്ല. സൗഫ നാളെ ആകാം, മറ്റന്നാളാകാം, അടുത്ത നിസ്കാരത്തിൽ നോ, കാരണം ഇതിൻ്റെ ലാസ്റ്റ് മൊമെൻ്റ് ആകാം. സോ നമുക്ക് തൗബയുടെ വാതിൽ അത് തുറന്നു തരും. നമ്മുടെ പ്രിഫറൻസുകളൊക്കെ മാറും. അതാണ് ഞാൻ പറഞ്ഞത്, പ്രിഫറൻസ് മാറും. എൻ്റെ ജീവിതത്തിൻ്റെ ക്രമത്തിലെ ഒന്നാമത്തേത് എന്താകണം? ഇപ്പം നമുക്ക് എന്താ പ്രിഫറൻസ്? നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്താ? സെക്കൻഡ് എന്താ? തേർഡ് എന്താ? എത്രാമത്തെ പ്രിഫറൻസ് ആയിട്ടാണ് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്? നമ്മൾ ആലോചിക്കണ്ടേ സഹോദരന്മാരെ? ആലോചിക്കണ്ടേ? നമ്മൾ ആലോചിക്കണ്ടേ? എന്നിട്ട് നബി പറഞ്ഞു, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ. സുബ്ഹാനല്ലാഹ്. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ. മരിച്ചുപോയ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി, നല്ല ജീവിതത്തിന് വേണ്ടി ഏറ്റവും നല്ല തയ്യാറെടുപ്പ് നടത്തിയവൻ. ഇപ്പം മരണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രം പോരാ, മതിയോ? മരിക്കൊന്ന് ചിന്തിച്ചാൽ മാത്രം മതിയോ? പോരാ. അതിനുവേണ്ടി തയ്യാറെടുപ്പ് വേണം. ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങുക? ആലോചിച്ച് നോക്കൂ. എപ്പോഴും നമുക്ക് തൗബ ചെയ്യാൻ കഴിയണം. സത്യസന്ധമായ തൗബ ഉണ്ടാകണം. അതുപോലെ ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ കഴിയണം. ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ കഴിയണം. അതുപോലെ നമ്മുടെ പരലോക ജീവിതത്തിൻ്റെ വിജയത്തിനാവശ്യമായ വിജ്ഞാനം നമ്മൾ കരസ്ഥമാക്കണം. ഇതൊക്കെ നമ്മൾ ദുനിയാവിൻ്റെ വിഷയത്തിൽ ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ ബാധ്യതകൾ നമ്മൾ പൂർണ്ണമായി നിർവഹിക്കണം. ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കണം, എൻ്റെ ബാധ്യതകൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ അക്രമങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കണം. ആരെയും നമ്മൾ ദ്രോഹിക്കരുത്, നമുക്കതിന് പാടില്ല. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നമ്മൾ എപ്പോഴും നിലനിർത്തണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പച്ച പിടിച്ച് നിൽക്കണം എപ്പോഴും. അതുപോലെ നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങളിലെ ഏറ്റവും പ്രധാനമായ സ്വലാത്ത്, നമസ്കാരത്തെക്കുറിച്ചുള്ള സൂക്ഷ്മത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതുപോലെ ഏത് അമലുകൾ ചെയ്യുമ്പോഴും, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ നിയ്യത്ത് ശരിയാക്കി കൊണ്ടുവരണം. എന്ത് പ്രവൃത്തി ചെയ്യും നിയ്യത്ത് ശരിയാക്കിയാൽ നമുക്ക് മരണശേഷം ഉള്ള ജീവിതത്തിനുള്ള തയ്യാറെടുപ്പിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇതാണ് ശരിക്ക് ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ. ഇവർക്കാണ് സത്യത്തിൽ ഏതാണ് ശരിയായ വഴി എന്ന് മനസ്സിലായവർ. ഇവരാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ റെഡിയായവർ. ഇതിലേക്കാണ് സഹോദരന്മാരെ നമുക്ക് എത്താൻ കഴിയേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്ന, ആരും നിഷേധിക്കാത്തൊരു സത്യമാണ് സത്യത്തിൽ ഈ മരണം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സത്യത മരണം. ഏറ്റവും വലിയ സത്യം അതാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരിക്കുന്ന എല്ലാവർക്കും ഉറപ്പാണ്. ലോകത്ത് ഈ ദൈവനിഷേധികൾ പോലും മരണത്തെ നിഷേധിക്കുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു, അഥവാ ജനിച്ചാൽ മരണം ഉറപ്പാണ്. മരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് അധികം പറയാത്തത്. മരണം എന്ന് പറഞ്ഞ ഒരു ദുശ്ശകുനമല്ല. മരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം.
ജനിച്ചാൽ മരിക്കും ഉറപ്പാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ജീവിതം നശ്വരമാണ്, വരാനുള്ള ജീവിതം ശാശ്വതമാണ്, അല്ലേ? നമുക്കറിയാതെ. അപ്പം അതുകൊണ്ട് ശാശ്വതമായ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ്. അവനാണ് ബുദ്ധിമാൻ, അവനാണ് ബുദ്ധി. നോക്കൂ, നമ്മൾ ഒന്നുകൂടി തിരിച്ചറിയണം, ഈ ജീവിതവും ഈ ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ താൽക്കാലികമാണ്. വളരെ താൽക്കാലികം. വളരെ താൽക്കാലികം എന്ന് വെച്ചാൽ വളരെ താൽക്കാലികം. സെക്കൻഡുകളുടെ പോലും വാറണ്ടി ഇല്ലല്ലോ ഇതിന്, ഇല്ലല്ലോ. അപ്പം ശാശ്വതമായ ജീവിതത്തിലെ സുഖ സൗകര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ശരാശരി 60 വയസ്സ് വരെ ജീവിക്കും, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ 60 വർഷത്തെ ജീവിതത്തിന് വേണ്ടിയല്ലേ നമ്മുടെയൊക്കെ അധ്വാനം, അല്ലേ? പച്ചയായിട്ട് പറയാം. അതിലൊതുക്കിയില്ലേ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഈ 60-ൽ ഒതുക്കിയില്ലേ? 60-ലോ 70-ലോ ഒക്കെ എത്ര ഒതുക്കിയില്ലേ? സത്യത്തിൽ നമ്മൾ ഭയങ്കര വിഡ്ഢികളല്ലേ? റസൂൽ പറഞ്ഞതല്ലേ നേര്? അല്ല, ഈ നമ്മൾ ഈ കഠിനാധ്വാനമൊക്കെ എന്തിനാ? ഈ 60 വർഷത്തെ അല്ലെങ്കിൽ 70 വർഷത്തെ ജീവിതം മനോഹരമാകാൻ വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നൊരു കുട്ടി ജനിച്ചു വീണ് 3-ാമത്തെ വയസ്സ് മുതൽ അവന് ഔപചാരികമായ വിദ്യാഭ്യാസം തുടങ്ങാം, അല്ലേ? KG എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. നീണ്ട 20-25 വർഷം അവൻ പഠിക്കും. എന്നിട്ട് സയൻസോ ടെക്നോളജിയോ എഞ്ചിനീയറിങ്ങോ ബിരുദോ മെഡലോ അംഗീകാരങ്ങളോ PhDയോ ഒക്കെ കിട്ടും. ഇതുണ്ടാക്കാൻ വേണ്ടി ഇവൻ കഠിനാധ്വാനം ചെയ്യും. എന്തിനു വേണ്ടിയാ? എത്ര വയസ്സായി? 25 വയസ്സ്. നീ എത്രയും ബാക്കിയുള്ളത്? എന്തിനായിരുന്നു ഇത്? ഇത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, എന്തുമാത്രം നിസ്സാരമാണത്. എന്തിനായിരുന്നു ഇത്? 25 വയസ്സ് വരെ ഇവൻ കഠിനാധ്വാനം ചെയ്തത് പിന്നുള്ളൊരു 40 വർഷം ജീവിക്കാനാണതേ. അത്രേ ഉള്ളൂ. അവസാനങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ 40 കൂടി കഴിഞ്ഞ് ഒരു 60-ലോ 65-ലോ 70-ലോ ഒക്കെ ഇവൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ആയുസ് എന്ന ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ, സത്യത്തിൽ അവൻ പഠിച്ച സയൻസിനോ ടെക്നോളജിക്കോ എഞ്ചിനീയറിങ്ങിനോ അവൻ്റെ മരണത്തെ തടുക്കാൻ കഴിയുമോ? ഒരു 5 മിനിറ്റ് ഒന്ന് നീട്ടാൻ നമ്മൾ മനസ്സിലാക്കണം. 40 വർഷം ജീവിക്കാനാണ് 25 വർഷം കഠിനാധ്വാനം ചെയ്തത്, അറിവ് നേടിയത്. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പഠിക്കണ്ടേ? നമ്മുടെ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആകണ്ടേ നമ്മൾ? ഏറ്റവും ചുരുങ്ങിയത്, എൻ്റെ റിക്വസ്റ്റ് അതാണ്, ഏറ്റവും ചുരുങ്ങിയത് തൻ്റെ ഈ 25 വർഷത്തെ വിദ്യാഭ്യാസ ജീവിതത്തിനിടയിൽ യഥാർത്ഥ ജീവിതമാകുന്ന, ഒറിജിനൽ ജീവിതമാകുന്ന പരലോകത്ത് രക്ഷപ്പെടാനുള്ള അറിവ് കൂടി നേടിയെങ്കിലല്ലേ നമ്മൾ ബുദ്ധിമാനാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വല്ലാത്ത വാക്കാണ്. നബി പറഞ്ഞു ഒരിക്കൽ, മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ വിജ്ഞാനം സമ്പാദിക്കുന്ന മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ, പക്ഷേ ആ മാർഗം അള്ളാഹുവിൻ്റെ, നോക്കൂ, ശാശ്വതമായ ജീവിതത്തിലെ സുഖത്തിന് വേണ്ടിയുള്ള, സൗകര്യത്തിന് വേണ്ടിയുള്ള വിജ്ഞാന സമ്പാദനമാണോ ആകണം. അങ്ങനെയാണെങ്കിൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. എന്തൊരു എളുപ്പമാക്കി തന്നതാ. അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി വളരെ എളുപ്പമാക്കി കൊടുക്കും എന്ന്.
ഇമാതിരി ഒരു എളുപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിന് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു, നമ്മളെ ആരോഗ്യകാലം മുഴുവൻ ഈ ദുനിയാവിലെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ മരുഭൂമിയിൽ അധ്വാനിക്കുകയാണ് നമ്മൾ. ഒടുവിൽ ഒരു നിലയിലെത്തുമ്പോൾ ആയുസ് ബാക്കിയാകാൻ നമുക്ക് കുറച്ച് കാലമായിരിക്കും. ആ തുച്ഛമായ ജീവിതത്തിന് വേണ്ടി പരലോകത്തെ മാറ്റിവെച്ച് ജീവിച്ചു തീർത്തവൻ സത്യത്തിൽ അവനല്ലേ വിഡ്ഢി? റസൂലുള്ള പറഞ്ഞത് നേരല്ലേ? അല്ലേ? നമ്മൾ സഹോദരന്മാരെ ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശുഅറായിൽ ഒരു കാര്യം പറയുന്നു, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫി ഹർഫി വമൻ കാന യുരീദു ഹർസൽ ദുനിയ നുഅ്തിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. വല്ലാത്തൊരു വാക്കാണ്, പേടി തോന്നും ചെല്ലും. മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു. ആരെങ്കിലും പരലോകത്തെ കൃഷിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാം അവന് നസിദ് ലഹു ഫി ഹർഫി, അവൻ്റെ കൃഷി നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. ആഗ്രഹിച്ചാൽ മതി, കിട്ടും. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ ഈ ടെക്നോളജിയുടെ പിറകെ മാത്രമാണ് നമ്മൾ. ദുനിയാവിലെ കൃഷിയാണ്, ദുനിയാവിലെ വിഭവങ്ങളാണ് നിങ്ങളുടെ പൂതിയെങ്കിൽ, ആഗ്രഹമെങ്കിൽ അതും തരും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. ആഖിറത്തിൽ ഒരു നസീബും അവനുണ്ടാവില്ല. നമ്മൾ തിരിച്ചറിയണം സഹോദരന്മാരെ. ഇത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സംഗതി. നമുക്ക് നല്ല കുടുംബജീവിതമുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല വീടുണ്ട്. ഇതിലൊക്കെ നമ്മൾ സായുജ്യമടഞ്ഞ് ഇത് മതി, ഇതിലൊക്കെ സായുജ്യമടഞ്ഞ് ജീവിക്കുകയാണോ വേണ്ടത്? അതല്ല, ഇതൊന്നും ശാശ്വതമല്ല. ഒരു കാറ്റടിച്ചാൽ, ഒരു വൈറസ് വന്നാൽ, ഒരു ബോംബ് വീണാൽ ഇതൊക്കെ നഷ്ടപ്പെടും എന്ന് വിചാരിക്കലാണോ? എന്നിട്ട് ആ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണോ ബുദ്ധി? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആലോചിക്കണം. നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി തരും. നിങ്ങൾ എത്ര നല്ല ബെഡ്റൂമിൽ ഉറങ്ങിയാലും അവസാനത്തെ ഉറക്കം ആരോ ഔദാര്യമായി തന്ന 6 അടി മണ്ണിലല്ലേ? നമ്മളിത് കൂടിയല്ല. നിങ്ങൾ എത്ര വില പിടിച്ച ബെഡ്റൂമിലാണ് ഉറങ്ങി? അപ്പോൾ നമുക്ക് ആ യാത്ര, ആ ജീവിതം, അത് ആസ്വാദ്യകരമാക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ചു. ചിലപ്പോൾ കുറച്ച് സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും, വേണ്ടി വരും. ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം വന്നു. അയാൾ പറഞ്ഞു, ഒരു വല്ലാത്ത സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് രക്ഷപ്പെടണമെങ്കിൽ ഒരു ലോൺ എടുത്തേ തീരൂ, അല്ലെങ്കിൽ എൻ്റെ വലിയ സൗകര്യമുള്ള ആളാണ്, ആ സൗകര്യങ്ങൾ കുറച്ച് ചെറുതാക്കിയിട്ട് ഞാനൊരു ഫ്ലാറ്റിലേക്കോ ഒരു വാടക വീട്ടിലേക്കോ ഒക്കെ, ഒരു ചെറിയ വീട്ടിലേക്കൊക്കെ മാറേണ്ടി വരും. ഞാൻ പറഞ്ഞു, എന്നോട് മാറുകയാണ് വേണ്ടത്. കാരണം ഈ പലിശയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എപ്പോഴാണ് പോകേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ സഹോദരന്മാരെ, ഈ പാവങ്ങളെയും സാധുക്കളെയൊക്കെ സഹായിച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ ഭൗതികമായി നമ്മളെ സമ്പത്ത് കുറഞ്ഞെന്ന് വരും. ഞാനില്ല എന്നൊന്നും പറയുന്നില്ല. ഈ പലിശക്ക് അയാൾ എൻ്റെ അടുത്ത് പിന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ പറയണത് എന്ത് വിഡ്ഢിത്തരടാ ചെയ്യാൻ പോണേ, ഒരു ലോൺ എടുത്താൽ പോരെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇയാൾ വിഡ്ഢിയാണ്, ഇവരൊരു വീക്ഷണത്തിൽ ഇയാൾ വിഡ്ഢിയാണ്.
നമ്മൾ ശരിക്കും മനസ്സിലാക്കണം സഹോദരന്മാർ, ശരിക്കും ചിന്തിക്കണം. ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞ ഒരു വല്ലാത്ത വാക്കുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലനെ നിങ്ങൾക്കറിയാം, ജീവിതത്തിൻ്റെ ഫിലോസഫി അതിമനോഹരമായി പറഞ്ഞു തന്ന ഒരു വലിയ മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം മനുഷ്യനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞൊരു, അദ്ദേഹം ഒരു ഫിഖ്ഹ് പണ്ഡിതനായിട്ടേ നമുക്ക് അറിയുള്ളൂ, ഒരു മദ്ഹബിൻ്റെ അല്ല. വലിയ നല്ലൊരു കവിയാണ്, സാഹിത്യകാരനാണ്. അതിലേക്കാണ് ഒരു നല്ലൊരു ഫിലോസഫറായിരുന്നു. ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറയുന്നുണ്ട്, അഖലുന്നാസ് മൻ തറക ദുനിയ ഖബ്ല അൻ തത്റുകഹു. അഖൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആരാന്നറിയും? മൻ തറക ദുനിയ, ദുനിയാവിനെ ഒഴിവാക്കിയവനാണ്. ഖബ്ല അൻ തത്റുകഹു, ദുനിയാവ് അവനെ ഒഴിവാക്കണതിന് മുമ്പ്. ദുനിയാവ് അവനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് നമ്മൾ ദുനിയാവിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യേണ്ടെന്നാ, പഠിക്കേണ്ടെന്നാ? അല്ല സഹോദരന്മാരെ, നമ്മൾ അതിന്മേൽ കെട്ടിയിടരുത്. നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡാ. എന്തിനു നീ എൻഗേജ്ഡായി? എന്തിനു ഫുൾ ടൈം എൻഗേജ്ഡാ? ചില ആളുകൾക്ക് ഉറക്കം കൂടിയില്ല, ഉറക്കല്ല, വിശ്രമല്ല, എക്സസൈസ് ഇല്ല, നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭയങ്കരമായിട്ട് അങ്ങനെ ആയിരുന്നു. നമുക്ക് നോക്കും, നമുക്ക് ദുനിയാവ് ആവശ്യമുള്ള എടുക്കുക. പിറകെ പോയാൽ നമ്മൾ നശിച്ചു പോകും. എന്തായാലും ഒരു ദിവസം ഇത് നമ്മൾ ഒഴിവാക്കും. നമ്മളതിനെ ഒഴിവാക്കിയാലും ഇല്ലെങ്കിലും നമ്മളതിന് അള്ളിപ്പിടിച്ച് കടന്നു നോക്കുക, കെട്ടിപ്പിടിച്ച് കടന്നു നോക്കുക. നിർത്തുമോ? നിൽക്കോ? സമ്മതിക്കോ? ഇല്ലല്ലോ. ഒരൊറ്റ കഫം കൂടൊക്കെ ഒരു ചെറിയ പോക്കറ്റ് പോലും വെച്ചിട്ടില്ലല്ലോ. സമ്മതിക്കൂല. മക്കൾ സമ്മതിക്കും, ഒരു ഷോക്സ് കൂടി ഇടാൻ സമ്മതിക്കില്ലല്ലോ. മയ്യത്ത് കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്യുമ്പോഴേ ഉപ്പാനോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ മോൻ വന്നൊരു ഷോക്സ് ഇട്ട് നിൽക്കുക, സമ്മതിക്കുമോ നിങ്ങൾ? അതാണ് കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നമുക്ക് ദുനിയാവിനെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് അതാകണം. കഅന്നക ഗരീബ്, ഒരു പ്രവാസിയെ പോലെ ആകണം ദുനിയാവിൽ. നമുക്കിത് വേഗം മനസ്സിലാവില്ലേ? നമ്മളൊക്കെ പ്രവാസികളാണ്. നമ്മളിവിടെ വന്നത് സ്ഥിരമായിട്ട് താമസിക്കാനല്ലല്ലോ. നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ എങ്ങോട്ട് പോകാൻ, അല്ലേ? അതേപോലെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുള്ള പ്രവാസിയാകണം. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരൻ. അത്രയും. അതാണ് അദ്ദേഹം പറഞ്ഞത്, അഖലുന്നാസ് മൻ തറക ദുനിയ ഖബ്ല അൻ തത്റുകഹു. അവനാണ് ബുദ്ധിമാൻ. ദുനിയാവിനെ വിടണം, ദുനിയാവ് നമ്മളെ വിടുന്നതിന് മുമ്പ് വിടണം. രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞു, വ അനാറ ഖബ്റഹു ഖബ്ല അൻ യസ്കുനഹു. അവൻ്റെ ഖബറിനെ അവൻ പ്രകാശിപ്പിക്കണം. ഖബറിൽ നല്ല ലൈറ്റ് ഉണ്ടാകണം. എപ്പോൾ പ്രകാശിപ്പിക്കണം? ഖബ്ല അൻ യസ്കുനഹു, ഖബറിൽ പോയി അവൻ താമസിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ അവനെ താമസിപ്പിക്കുന്നതിന് മുമ്പേ. എങ്ങനെയാണ് ഖബറിൽ പ്രകാശിപ്പിക്കാൻ? നമ്മളിവിടെയല്ലേ ഉള്ളത്, ദുനിയാവിൻ്റെ പുറത്തല്ലേ ഉള്ളത്. ഖബർക്ക് പോയിട്ടില്ലല്ലോ. അവിടെ എങ്ങനെയാണ് നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാം? പ്രകാശിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അസ്സലാത്തു നൂറുൻ. ഖബറിലുള്ള ഭയങ്കര ലൈറ്റാണ് സ്വലാത്ത്. അള്ളാഹുമായുള്ള സിലത്താണ് സ്വലാത്ത്. കേവല നമസ്കാരം എന്ന് പറഞ്ഞാൽ അതര വ്യായാമമല്ല, കേവല ഫിസിക്കൽ ആക്ഷൻസ് അല്ല. അള്ളാഹുമായുള്ള ഭയങ്കരമായ ബന്ധമുണ്ടാകണം. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഖിറാഅത്തുൽ ഖുർആൻ പ്രകാശമുണ്ടാക്കുന്നതാണ്. ചില ദിവസങ്ങളിലുള്ള ചില ഖുർആൻ പാരായണങ്ങളൊക്കെ ഉണ്ടല്ലോ. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതുന്നത് അടക്കമുള്ള, സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും, ഇതൊക്കെ എന്താ? ഖുർആനുമായിട്ടുള്ള ബന്ധം പ്രകാശമുണ്ടാക്കും. ദിക്ർ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം, ചിന്ത. അല്ലാഹ് എന്ന് നമുക്ക്
നോക്കൂ, ഒരു 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 ഒരാകാശത്തൊരു ചന്ദ്രനെ കണ്ടിട്ട് ആ ചന്ദ്രൻ്റെ ഭംഗി കണ്ടിട്ട് എപ്പോഴെങ്കിലും ഒരു അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ 100 പ്രാവശ്യം ദിക്ർ മറ്റേ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ചെല്ലിനേക്കാൾ ഭയങ്കരമായ ദിക്ർ. അത് സദഖ ചെയ്യണം. സദഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാനുണ്ട് എന്നതിൻ്റെ പ്രകടനമാണ്, സത്യസന്ധമായ പ്രകടനം. അതാണ് സദഖ. സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് സത്യസന്ധമായ പ്രകടനം. നോക്കൂ, മാതാപിതാക്കളുമായുള്ള ബന്ധം, ഇതൊക്കെ നോക്കൂ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കളോട് ഒരിക്കൽ പോലും സഹോദരന്മാരെ ശ്രദ്ധിക്കണം, ഒരു മോശമായ വാക്ക് വന്നു പോകരുത്. അവരോട് നന്മ ചെയ്യണം. ഒരു ചെറിയ വാക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഒരിക്കൽ വിരിച്ച വിരിപ്പെടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞപ്പോൾ അതിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അത് ഉമ്മ മുമ്പിലിരിക്കുന്നുണ്ടായിരുന്നു. ഉമ്മൻ്റെ മുഖത്തേക്കായി. എത്ര ദിവസമാണ് അദ്ദേഹം കരഞ്ഞത്? സിമ്പിളാണ് നമ്മുടെ വീക്ഷണത്തിൽ. ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അറിഞ്ഞ് ചെയ്തതല്ലേ. അത്രയും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ഖബറിലെ വെളിച്ചത്തിൻ്റെ കാരണം. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു, വഅർദാ റബ്ബഹു ഖബ്ല അൻ യൽഖാഹ്. വഅർദാ റബ്ബഹു ഖബ്ല അൻ യൽഖാഹ്. അള്ളാഹുവിനെ കാണുന്നതിന് മുമ്പ് അവനെ തൃപ്തിപ്പെടുത്തണം. കാണുന്നതിന് മുമ്പ്, കണ്ടിട്ടല്ല. കണ്ടിട്ട് പിന്നെ സമയമല്ല നമുക്ക്. നോക്കൂ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും പ്രധാനമായ ലക്ഷ്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ എന്താ? അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. സ്വർഗ്ഗമല്ല നമ്മുടെ ലക്ഷ്യം. സ്വർഗം നമുക്ക് കിട്ടുന്ന ഒരു അവാർഡാണ്. എല്ലാവരും മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗമല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം. എനിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണം. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയാൽ പിന്നെ സ്വർഗം ഉറപ്പാണ്. സ്വർഗം മാത്രമല്ല, സ്വർഗം പ്ലസ് ആണ്. അള്ളാഹുവിൻ്റെ തൃപ്തി. അപ്പോൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം. എപ്പോൾ? അള്ളാഹുവിനെ കാണും നമ്മളൊരു ദിവസം. ആ കാണുന്നതിന് മുമ്പ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാണുന്നതിന് മുമ്പ് നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം. അതാണ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി നമ്മൾ ചെന്നാൽ അള്ളാഹു നമ്മുടെ മുമ്പിൽ അവൻ്റെ മുഖം നമുക്ക് പ്രദർശിപ്പിക്കും. വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ. വെട്ടിത്തിളങ്ങി പ്രകാശിക്കും നമ്മുടെ മുഖം. എന്താ കാര്യം? ഇലാ റബ്ബിഹ നാദിറ. തൻ്റെ റബ്ബിലേക്ക് നോക്കാനുള്ള സൗഭാഗ്യമുണ്ടായി എന്നത്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തണം. എങ്ങനെ തൃപ്തിപ്പെടുത്തുക? ഇബാദത്തുകളിലൂടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താം. ഇഹ്സാനിലൂടെ തൃപ്തിപ്പെടുത്താം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതാണ് ഇഹ്സാൻ. ഇബാദത്ത് ചെയ്യുമ്പം നമ്മൾ എങ്ങനെ ഇബാദത്ത് ചെയ്യണ്ടേ? ചെയ്യണ്ടേ, നിസ്കരിക്കണ്ടേ, നോ. അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാഹു. നീ നിൻ്റെ റബ്ബിനെ മുമ്പിൽ കാണുന്നുണ്ട്. നിൻ്റെ റബ്ബിനെ കാണുന്നു എന്ന പോലെ ഇബാദത്ത് ചെയ്യും. ഫഇൻ ലം തകുൻ തറാഹു. നീ ഇപ്പോൾ അവനെ കാണുന്നില്ല എങ്കിലും, കാണുന്നുണ്ടോ സത്യത്തിൽ? ഫഇന്നഹു യറാക്. അവൻ നിന്നെ കാണുന്നുണ്ട്. അതാണ് നമ്മളൊരു സെക്കൻഡ് ഒരു ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സൂക്ഷ്മത നമുക്കുണ്ടാവും അല്ലേ? എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കൂലേ? പക്ഷേ അള്ളാഹുവിൻ്റെ കണ്ണാകുന്ന ക്യാമറ ചിമ്മാറില്ലല്ലോ. അതൊരു സെക്കൻഡ് സമയം പോലും പവർഫുൾ അല്ലാതെ മാറാറുണ്ടോ? നമ്മൾ ഓർക്കണ്ടേ? അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വെച്ച് നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയില്ല എങ്കിൽ നമ്മൾ ഖേദിക്കും. നാലാമതായി അദ്ദേഹം പറഞ്ഞു, ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു, വസല്ലിൽ ജമാഅ ഖബ്ല അൻ തുസല്ല അലൈഹി. നിനക്ക് വേണ്ടി നമസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് നീ ജമാഅത്തായിട്ട് നിസ്കരിച്ചോ. നമുക്ക് വേണ്ടി നിസ്കരിക്കുക ജമാഅത്തായിട്ടായിരിക്കും. ഭയങ്കര രസമാണ് ഈ മരണം എന്ന് പറഞ്ഞാൽ. ഭയങ്കര രസമാണ്. ഭയങ്കര. ഞാൻ ചിലപ്പോൾ നോക്കി നിന്ന് പോലുണ്ട്.
ചില മനുഷ്യന്മാരെയൊക്കെ ജീവിതത്തിൽ കാണുന്നത് വെറുപ്പായിരിക്കും, പക്ഷെ മരിച്ചാൽ കാണാം ഈ വെറുപ്പുള്ളവരൊക്കെ വന്നത് ഇങ്ങനെ പൊക്കി നോക്കണം. ഒരുപാട് ദൂരമൊക്കെ യാത്ര ചെയ്തു വരും, തുണി പൊക്കി ഇങ്ങനെ നോക്കുക. ജീവിച്ചിരിക്കുമ്പോൾ നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. പൂതി ഉണ്ടായിരുന്നു, പക്ഷേ കണ്ടിട്ടില്ല. എന്നിട്ട് കാണാം നിസ്കരിക്കാൻ വന്ന് നിൽക്കണ്, ഇയാളുടെ ജനാസ നിസ്കരിക്കാൻ വന്ന് നിൽക്കണം. ജമാഅത്തായിട്ടുള്ള നിസ്കാരമാണല്ലോ ജനാസ നിസ്കാരം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജമാഅത്തായിട്ട് ജനാസ നമസ്കരിക്കാൻ നമ്മൾ കടന്നു കൊടുക്കണ ഒരു ദിവസം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ബിസിയാ, നമ്മൾ പറയണത് സമയമല്ല, തിരക്ക, ശൂല, പിടിച്ചു കൊണ്ടുപോയി കിടത്തൂലേ? അതാണ് അദ്ദേഹം പറഞ്ഞത്. ഭയങ്കര അതാണ് വസല്ലിൽ ജമാഅ ഖബ്ല അൻ തുസല്ല അലൈഹി. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാർ. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു വഹാസിബ് നഫ്സഹു ഖബ്ല അൻ യുഹാസബ്. ഏറ്റവും വലിയ ബുദ്ധിമാൻ അവനാണ്. ഹാസബ നഫ്സഹു ഖബ്ല അൻ യുഹാസബ്. വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് അവനെ തന്നെ വിചാരണ നടത്തി. ഇതാണ് ഇതിൻ്റെ റൈറ്റ് ടൈം, ശരിയായ സമയം ഇതാണ്. നമ്മളെ വിചാരണ നടത്തണം. കാരണം നമുക്കൊരു വലിയ വിചാരണയെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. വലിയ ഒരു വിചാരണ. ആ വിചാരണ ചിലപ്പോൾ ലഘുവാവും. ഹിസാബൻ യസീറ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലഘുവായ വിചാരണ. ചിലപ്പോൾ ഹിസാബൻ അസീറ ആയിരിക്കും. യസീറിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഡാണ് അസീർ. ഭയങ്കര കടുപ്പമുള്ള വിചാരണ ആയിരിക്കും. നമ്മൾ ഏതിലായിരിക്കും ഉണ്ടാകുക? ചില ആളുകളെ വിചാരണ ഇല്ലാതെയും കൊണ്ടുപോകും. മാഷാ അല്ലാഹ്, ഫ്രീ പാസ് ഉണ്ടാവും, ഒന്നും ചോദിക്കൂല. നമ്മൾ ഈ ഗേറ്റ് വരെ ഇരിക്കും, പോയാൽ മതി, നമ്മളെ മുഖം കണ്ടാൽ മതിയല്ലോ, കടന്നു പോകും. ഞാൻ ഈ ഗേറ്റിലൂടെ പോകുമ്പോൾ എനിക്കതാ തോന്നിട്ട്, നമ്മൾ വെറുതെ തന്നെ കണ്ണ് കാണിച്ചാൽ മതി. അബുദാബി എയർപോർട്ടിലേ ഒന്നും വേണ്ട, വിരലും വേണ്ട, കയ്യും വേണ്ട, പാസ്പോർട്ടും വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ നിന്നാൽ മതി. ശരിക്കും ഓർമ്മ വരും അത്. കുറച്ച് ആൾക്കാർ പോകുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഹിസാബില്ല. അത് ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഭയങ്കര സംഭവമാണ്. നമ്മളെ കണ്ണുക്ക് നോക്കിയിട്ട് നമ്മളാണ് വിടുകയാണെന്ന്. അപ്പം അതുകൊണ്ട് നോക്കൂ, ആ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഹാസബ നഫ്സഹു ഖബ്ല അൻ യുഹാസബ്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് പറയുമായിരുന്നു എല്ലാവരോടും, ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു കുല്ലു യൗം. എല്ലാ ദിവസവും നമ്മളെ വിചാരണ നടത്തണം. നോക്കൂ, നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയം ഏറ്റവും നല്ല സമയമാണ് വിചാരണ നടത്താൻ. കാരണം ഉറങ്ങുകയാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ മരണമാണല്ലോ, പോവുകയാണ്, ലാസ്റ്റ് മൊമെൻ്റാണ്. ചിലപ്പോൾ നാളെ നേരം വെക്കുമ്പോൾ നമ്മൾ ഉണ്ടാവില്ല. നമ്മൾ ആത്മാവിനെ അള്ളാഹു പിടിച്ചു കൊണ്ടുപോവുകയാണ് ഉറക്കിൻ്റെ സമയത്ത്. ഖുർആൻ പറഞ്ഞിട്ടില്ലേ, തിരിച്ചു തന്നെങ്കിലേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയിലൊക്കെ അതുണ്ടല്ലോ. അപ്പം നമ്മൾ ചിന്തിക്കണം, ഇന്ന് ഞാൻ എന്തൊക്കെ നന്മ ചെയ്തു, ഇന്ന് ഞാൻ എന്തൊക്കെ തിന്മ ചെയ്തു, ചെയ്യേണ്ട കാര്യങ്ങളിൽ എന്തൊക്കെ വീഴ്ച വന്നു, ഇന്ന് ഞാൻ ആരുടെയൊക്കെ ദ്രോഹം ചെയ്തു, ഇന്ന് ഞാൻ എന്തുമാത്രം അശ്രദ്ധമായി. ഒരുപാട് കാര്യങ്ങളുണ്ട്. ലാഭവും നഷ്ടവും നമുക്ക് വേർതിരിക്കാൻ കഴിയണം ഉറങ്ങണതിന് മുമ്പ്. നമുക്ക് സാധനമായിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഒരാളോട് പോലും അക്രമം ചെയ്തുകൊണ്ട് തെറ്റിക്കൊണ്ട് ഒരു ദിവസം പോലും ഉറങ്ങിപ്പോകരുത്, ഒരൊറ്റ ദിവസം പോലും. കാരണം അറിയില്ലല്ലോ നാളെ ഉണ്ടാവില്ല എന്നുള്ളത്, ഒരിക്കലും അറിയില്ല. ചെയ്യരുത്. ഈ ഉറങ്ങണ സമയത്തെങ്കിലും ജസ്റ്റ് നിങ്ങളൊരു ഹലോ പറയണം അയാളോട്. ഒരു ഫോണിൽ വിളിച്ച് ഹലോ പറഞ്ഞു, ബസ് തീർന്നു. അയാളും ഉരുകി, നമ്മളും ഉരുകി. ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ എവിടെ എന്ത് വാശിക്കാ പിടിച്ച് നിൽക്കണേ, എങ്ങോട്ടാ പോണേ ഈ വാശിയായിട്ട്? നമ്മളെയൊക്കെ ധാരണ എന്താ അറിയോ, മയ്യത്ത് കൊണ്ടുവച്ചിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഉള്ളൊരു ഏർപ്പാട് എന്നാണ് ഞാനതിന് പറയൽ. മയ്യത്ത് കൊണ്ടുപോയി വെച്ചിട്ട് എൻ്റെ മോൻ വന്നിട്ട് മെയ്ക്കിൽ വിളിച്ച് പറയും, എൻ്റെ ഉപ്പ ആണ് മരിച്ചു കിടക്കണത്, നിങ്ങളെല്ലാവരും ഉപ്പാക്ക് പുറത്തു കൊടുക്കണം. ഉപ്പ വല്ല വാക്കിലോ, ബാക്കി നിങ്ങൾക്ക് അറിയാലോ എന്താ പറയൽ, വല്ലാഹി അല്ലാഹ് സ്വീകരിക്കില്ല കേട്ടോ.
എൻ്റെ മോൻ പറഞ്ഞു നീ വിചാരിച്ചൊന്നും അള്ളാഹ് സ്വീകരിക്കില്ല. നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ വാശിയിൽ നിന്നല്ലേ, വെറുപ്പിൽ നിന്നല്ലേ, വല്ലാഹി അള്ളാഹ് സ്വീകരിക്കില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ. അതാണ് നമുക്കറിയാതെ വന്ന തെറ്റുകൾ എൻ്റെ മോൻ എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാലും ദുആ ചെയ്താലും അള്ളാഹ് സ്വീകരിക്കും, ഒരു സംശയവുമില്ല. ഇതല്ലതേ, ഇത് ഞാൻ പറയേണ്ട ഒരു വാക്കാണ് ഓൻ പറയണത്. പൈസ കൊടുത്താൽ മതിയോ, കടം വീട്ടാനും അവൻ പറ്റും. ബാക്കി വെക്കരുത്. അവസാനം അദ്ദേഹം പറഞ്ഞു ഫൽയൗം അമലുൻ ബിലാ ഹിസാബ് വഗദൻ ഹിസാബുൻ ബിലാ അമൽ. ഫൽയൗം അമലുൻ ബിലാ ഹിസാബ്. ഇന്ന് നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഇന്ന് ഹിസാബില്ല. ഇന്ന് നമ്മളാരും ചോദിക്കില്ല, വിചാരണല്ല. ദുനിയാവ് പ്രവർത്തിക്കാൻ വേണ്ടി തന്നതാണ്. എന്നാൽ വഗദൻ എന്ന് പറഞ്ഞാൽ ബഅദൽ മൗത്ത്, മരണാനന്തരമുള്ള നാളെ. അതാണ് ഒറിജിനൽ നാളെ എന്ന് പറഞ്ഞത്. ബാക്കി കുറിക്കാരൻ്റെ നാളെയല്ല, ഒറിജിനൽ നാളെ അതാണ്. ഗദൻ ഹിസാബ്. എന്തില്ല? ബിലാ അമൽ ചെയ്യാൻ അവസരമില്ല. ഹിസാബേ ഉള്ളൂ. അവിടെ ചെന്നാൽ ചെയ്തതിനെക്കുറിച്ചുള്ള ചോദ്യമുള്ളൂ. അപ്പോൾ സഹോദരന്മാർ ശരിക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്തേതാ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. എന്തുകൊണ്ടായിരിക്കും അവസാനത്തെ ആയത്ത്? അതായത് വത്തഖൂ യൗമൻ തുർജഊന ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, ശ്രദ്ധിച്ചു കൊള്ളുക. ثم توفى كل نفس ما كسبت ثم توفى كل نفس ما كسبت. ഓരോ മനുഷ്യനും എന്താണോ ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചത് അതിൻ്റെ പ്രതിഫലം പൂർത്തിയായി നൽകപ്പെടും. വഹും ലാ യുളമൂൻ. ആരും ആക്രമിക്കപ്പെടുകയില്ല. എല്ലാവർക്കും കണക്ക് തീർത്ത് കിട്ടും. ഒരു മില്ലി പെർസെൻറ്റേജ് പോലും ളുൽമ് വരില്ല, ഉണ്ടാവില്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശരിക്കും നമ്മളെ റെഡിയാക്കണം. നമുക്കിനി സമയമില്ല, ആരും ഇനി വന്ന് പറഞ്ഞു തരില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അടയാളങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് അടയാളങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും എല്ലാവർക്കും. നമ്മൾ ശരിക്കും നോക്കൂ, മരണത്തെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, ഓർത്തുകൊണ്ടേയിരിക്കണം. നോക്കൂ, മരണത്തെ ഓർത്തുകൊണ്ടിരിക്കാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഖബറുകളുടെ സിയാറത്തുൽ ഖുബൂർ. നമ്മൾ ഖബറുകളുടെ അടുത്ത് ചെന്ന് നിൽക്കണം. കാരണം അല്ലാഹു റസൂൽ പറഞ്ഞതാ, ഫഇന്നഹാ തുദക്കിറുക്കും അൽ ആഖിറ. അതിനാണ് ചെന്ന് നിൽക്കാൻ പറഞ്ഞത്. ഖബറിലുള്ള ആളോട് പ്രാർത്ഥിക്കാനല്ല, അല്ലെങ്കിൽ ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല. അതിന് നിങ്ങൾ അവിടെ പോകണമെന്നില്ല, അത് ഇവിടുന്ന് പ്രാർത്ഥിച്ചാലും ആണ് കിട്ടും. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒരു ടച്ചിങ് കിട്ടും അവിടെ ചെന്ന് നിന്നാൽ. അതുറപ്പാ, സംശയമല്ല, അത് കിട്ടും. അത് ഉമ്മയും ബാപ്പയൊക്കെ മരിച്ചവരുണ്ടെങ്കിൽ വേഗം മനസ്സിലാവും. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഉദ്ദേശം ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ എന്നതാണ്. ആഖിറത്തിന് ഓർമ്മ വരാണ്. ഖബറിൻ്റെ അടുത്ത് ചെന്ന് നിന്നാൽ സഹാബികൾ കരയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കരയുമായിരുന്നു. വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം നോക്കൂ, മരണത്തെ ഓർക്കാൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു വിഷയം നോക്കൂ. ഖുർആനിൽ ഈ മരണവുമായും ഖിയാമത്തുമായും ബന്ധപ്പെട്ട വന്ന ഒരുപാട് വചനങ്ങളുണ്ട്, അങ്ങനത്തെ അധ്യായങ്ങളുണ്ട്. ആ വചനങ്ങളും അധ്യായങ്ങളുമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം.
ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കണം. അത് വളരെ പ്രധാനമാണ്. ഇടയ്ക്ക് വെറുതെ എടുത്ത് നോക്കുക. സൂറത്ത് തക്കാസുറുകളൊന്ന് വായിച്ച് നോക്കുക ഇടയ്ക്കിടയ്ക്ക്. ചെറുതല്ലേ? അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മൂന്നാമത്തേത്, മനുഷ്യനെന്ന നിലക്കുള്ള നമ്മുടെ വീക്ക്നെസ്, ദൗർബല്യം, ദുർബലത, അത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. ഒരു ചെറിയ രോഗം വന്നാൽ മതി, ഒക്കെ മാറി മറിയൂലേ? ഒക്കെ മാറി മറിയും. ബ്ലഡിലൊരു സാധനം കൂടിയാൽ മതി കൂട്ടരെ, ഒരു ചെറിയ സാധനം കൂടിയാൽ മതി, അത് പോണില്ല. എന്ത് കഴിച്ചാലും എങ്ങനെ ചികിത്സിച്ചിട്ട് നമ്മളെ ശരീരത്തിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരിക. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ശരിക്കും മരണത്തെ ഓർമ്മ വരും. മനസ്സിലായി? നാലാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ആത്മവിചാരണ നടത്തുക. എല്ലാ ദിവസവും ഇന്ന് എനിക്ക് എത്ര ആളോട് വെറുപ്പുണ്ട്, എത്ര ആളോട് ഇഷ്ടമുണ്ട്, എത്ര നന്മ ചെയ്തു, എത്ര ദോഷം ചെയ്തു. ഞങ്ങളോട് വീണ്ടും പറയണം, ഒരു മനുഷ്യനോട് പോലും വെറുപ്പായി കൊണ്ട് ഒരു ദിവസം ഉറങ്ങിപ്പോകരുതേ. ഒറ്റ ദിവസം ഉറങ്ങിപ്പോകരുത്. ഇല്ലാ മൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം. എടോ, അന്ന് രാത്രി അങ്ങോട്ട് പോയാൽ ഖൽബുൻ സലീമാവോ? അപ്പോൾ വിചാരണ നടത്തണം. ഏറ്റവും പ്രധാനമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിചാരണ നടത്തുമ്പം ഇന്നെൻ്റെ അവസാന ദിവസമാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന് നോക്കുക ദുനിയാവിലെ, എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ചിന്തിക്കണം. നോക്കൂ, അവസാനം നമ്മളെല്ലാവരും നോക്കൂ, അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക്. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക്. അല്ലാഹുമ്മ ജഅൽ, ഇജഅൽ അറിയാലല്ലോ, അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി, എൻ്റെ ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസമാക്കണം. ഏതിനെ? യൗമ അൽഖാക്, ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം. അതേതാ? മരിക്കണ ദിവസം. മരണമാണ് ആദ്യത്തെ കണ്ടുമുട്ടൽ. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക്. ഭയങ്കര, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, മരണം ഭയങ്കര, നോക്കൂ, ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഏറ്റവും നല്ല ദിവസം അതായിരിക്കും. അപ്പം ഇതാണ് ഇതിനെ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കാനുള്ള ചില വഴികൾ. ഇനി നിങ്ങളിങ്ങനെ ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളിതിനെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ദിവസമായി ആഴ്ചകളായി മരണത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ നിങ്ങൾക്ക് തന്നെ വെറുപ്പായിട്ടുണ്ടാവും. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊരു വല്ലാത്ത വിഷയമാണ്. വല്ലാത്ത വിഷയം. പറഞ്ഞാലൊന്നും എവിടെയും അവസാനിക്കണില്ല. എനിക്കിത് തന്നെ പറയാൻ തോന്നുന്നുള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. എപ്പോഴും ഇത് തന്നെ പറയാനാണ് തോന്നുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നുണ്ട്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തമായി നമ്മുടെ മരണസന്ദർഭം അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയുനാ ഫിദ്ദുനിയ വൽ ആഖിറ
توفنا مسلمين وألحقنا بالصالحين صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.